Hi 10th. So this is your Shibin sir again. Welcome back to my channel here on HubSpot. And today we are going to continue the most interesting chapter, cubes and cube root. I know that I can see the spirit on your faces. You know why? Because most of the students in 8th A standard, they already learned the chapter squares and square root in a proper way by giving much amount of energy. So for them, cubes and cube root is going to be a very simple chapter. Did you feel that? Yes. And I already mentioned that when you start learning the chapter cubes and cube root, you might have feel some doubts, some confusions in connection with the previous chapter squares and square root. എന്തുകൊണ്ടാണ് നമ്മൾ ഒരേ രീതിയിലുള്ള കോൺസെപ്റ്റൊക്കെയാണ് പഠിക്കുന്നത് അല്ലേ? ചെറിയ ചെറിയ ഒരു വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് സംശയം വരാം, എന്താണ് ഇപ്പം ഞാൻ പറഞ്ഞു, ഞാൻ തൊട്ടടുത്ത ലൈവ് സെഷൻ ഞാൻ പറയാൻ മറന്നുപോയതാണ്. തൊട്ടടുത്ത ക്ലാസ് ഞാൻ ലൈവ് സെഷൻ ഇട്ടിട്ട് ഞാൻ ചോദിക്കും, വാട്ട് ഈസ് എ സ്ക്വയർ ഓഫ് 2 എന്ന് പറയും, പിന്നെ വാട്ട് ഈസ് എ ക്യൂബ് ഓഫ് 2 എന്ന് ചോദിക്കും, വാട്ട് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് 16 എന്ന് ചോദിക്കും, പിന്നെ വാട്ട് ഈസ് ക്യൂബ് റൂട്ട് ഓഫ് 64 എന്ന് ചോദിക്കും. അങ്ങനെ പല രീതിയിൽ സ്ക്വയറും ക്യൂബും സ്ക്വയർ റൂട്ടും ക്യൂബ് റൂട്ടും മാറ്റി മറിച്ചൊക്കെ രണ്ട് ചാപ്റ്ററും കണക്ട് ചെയ്ത് ഞാൻ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോൾ നിങ്ങളുടെ ഉത്തരം എല്ലാം നിങ്ങൾ സെപ്പറേറ്റ് ചെയ്ത് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് പഠിക്കുക, ഒരിക്കലും കൺഫ്യൂഷൻ വരാണ്ട്. സപ്പോസ് ഞാൻ ചോദിക്കുക അടുത്ത ലൈവിൽ തന്നെ, ഗെറ്റ് റെഡി ഫോർ ദാറ്റ്. സപ്പോസ് ഫോർ എക്സാമ്പിൾ, ലെറ്റ് മീ ആസ്ക് യു സം ക്വസ്റ്റ്യൻസ്. ഓക്കെ, വാട്ട് ഈസ് ദ സ്ക്വയർ ഓഫ് 3? ഇത് ഞാൻ കൗണ്ട് ചെയ്യുന്നതാണ് നിങ്ങളുടെ ആൻസറിന് വേണ്ടിയിട്ട് കേട്ടോ. വാട്ട് ഈസ് ദ സ്ക്വയർ ഓഫ് 3? 3 square is 9. Very good. Then what is the square of 4? Square of 4? Yes, you are right, 16. What is square of 5? Yes, you are right, 25. Then what is square root of 16? Yes, you are right, 4. What is square root of 64? 8, because 8 into 8 is 64. What is cube of 3? 3 into 3 into 3, 27. What is cube root of 64? Cube root of 64 എന്ന് ചോദിച്ചാൽ എന്താ ആലോചിക്കേണ്ടത്? ഏത് നമ്പറിൻ്റെ ക്യൂബാണ് 64? അപ്പോൾ പെട്ടെന്ന് ക്യൂബ് റൂട്ട് ഓഫ് 64 എന്ന് ചോദിക്കുമ്പോൾ ചില കുട്ടികൾ പറയും 8. അല്ല, സ്ക്വയർ റൂട്ട് ഓഫ് 64 8. കാരണം 8 into 8 64, 8ൻ്റെ സ്ക്വയർ 64. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 64 8. പക്ഷേ ക്യൂബ് റൂട്ട് ഓഫ് 64 എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെ ആലോചിക്കേണ്ടത്? ഏത് നമ്പറിൻ്റെ ക്യൂബാണ് 64? ഏത് നമ്പറിൻ്റെ ക്യൂബാണ് 64? 4 cube is 64. So cube root of 64 is 4. Next question. What is cube root of 8? Yes, you are right, 2, because 2 cube is 8. So cube root of 8 will be 2. അങ്ങനെ കമ്പയർ ചെയ്ത് പഠിക്കുക. അങ്ങനെ നല്ല സ്ട്രെങ്ത്, നല്ല സ്ട്രോങ് ആയിരിക്കണം നിങ്ങളുടെ ഫൗണ്ടേഷൻ, നല്ല സ്ട്രോങ്. ലെറ്റ് മീ ആസ്ക് യു ഫ്യൂ മോർ ക്വസ്റ്റ്യൻ ലൈക്ക് വാട്ട് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് 64? 8. ക്യൂബ് റൂട്ട് ഓഫ് 64? 4. കാരണം എന്താ? ക്യൂബ് റൂട്ട് ഓഫ് 64 ചോദിക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കണം ഏത് നമ്പറിൻ്റെ ക്യൂബാണ് 64? 4ൻ്റെ ക്യൂബാണ് 64. സോ ക്യൂബ് റൂട്ട് ഓഫ് 64 വിൽ ബി 4. ബട്ട് സ്ക്വയർ റൂട്ട് ഓഫ് 64 വിൽ ബി 8, ബിക്കോസ് 8 സ്ക്വയർ ഈസ് 64. പിന്നെ വാട്ട് ഈസ് ക്യൂബ് റൂട്ട് ഓഫ് 1000? 10. വൈ? ബിക്കോസ് 10 ക്യൂബ് ഈസ് 1000. വാട്ട് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് 100? 10, ബിക്കോസ് 10 സ്ക്വയർ ഈസ് 100. അപ്പം അങ്ങനെ ഒരുപാട് കമ്പയർ ചെയ്ത് പഠിക്കുമെങ്കിൽ ഇതാവുള്ളൂ. ഞാൻ ഒരുപാട് സമയം കളയുന്നില്ല. ആൻഡ് ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് വെരി ഫ്യൂ സെഷൻ. ഐ എം നോട്ട് ഗോയിങ് ടു മേക്ക് ദ വീഡിയോ ആസ് എ വെരി ലോങ് വീഡിയോ, ബിക്കോസ് ഐ നോ ദാറ്റ് യു ഓൾ ആർ വെയിറ്റിംഗ് ഫോർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് parents meeting. So I'm not going to consume your net much. Okay, so shall we? Yes, come with me. So in the last class we have discussed about perfect cube, like can you define or can you say 64 as a perfect cube? Yes. Why? Because 64 can be written as some number cube, so 64 is a perfect cube. Can you say 8 is a perfect cube? Yes, 8 also we can mention as some number is cube, like 2 cube. So 8 is a perfect cube. But can you say 9 is a perfect cube? No, because 9 we cannot represent as cube of any number. 9 cube root ഇല്ല. പക്ഷെ 9 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആയിരുന്നു, പക്ഷേ 9 ഒരു പെർഫെക്റ്റ് ക്യൂബ് അല്ല. കാരണം 9 പെർഫെക്റ്റ് സ്ക്വയർ ആവാൻ കാരണം അതിന് സ്ക്വയർ റൂട്ട് ഉണ്ട്, 3 ആണ് അതിൻ്റെ സ്ക്വയർ റൂട്ട്. പക്ഷേ 9 ഒരു പെർഫെക്റ്റ് ക്യൂബ് അല്ല, കാരണം 9ന് ക്യൂബ് റൂട്ട് ഇല്ല. അപ്പോൾ പെർഫെക്റ്റ് ക്യൂബുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു.
ഇനി നമ്മൾ പെർഫെക്റ്റ് ക്യൂബുകൾ എങ്ങനെയാണ് ഇപ്പോൾ ഒരു നമ്പർ എന്നാൽ അത് പെർഫെക്റ്റ് ക്യൂബാണോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ലോജിക്കലി ആലോചിക്കണം. സപ്പോസ് ഇപ്പോൾ ഞാൻ ചോദിക്കുകയാണ് 1000 ഈസ് എ പെർഫെക്റ്റ് ക്യൂബ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ yes, you can give me the reply like 1000 is a perfect cube, sir. Why? Because 1000 we can represent as some number is cube or 10 cube. So 1000 is a perfect cube. But can you say 16 is a perfect cube? No, 16 was a perfect square. Like 4 square is 16, no? So 16 is a perfect square, but 16 is not a perfect cube. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ലോജിക്കലാണ് ഒരു നമ്പർ പെർഫെക്റ്റ് ക്യൂബ് ആണോ അല്ലയോ എന്ന് നോക്കുക. ഇനി ലോജിക് അല്ലാണ്ട് മാത്തമാറ്റിക്കലി ഹൗ ടു ചെക്ക് വെദർ ആൻഡ് ഗിവൺ നമ്പർ ഇസ് എ പെർഫെക്റ്റ് ക്യൂബ് ഓർ നോട്ട് ആണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ റൈറ്റ് ദ സൈഡ് ഹെഡിങ് ഹൗ ടു ചെക്ക് വെദർ ദ ഗിവൺ നമ്പർ ഈസ് എ പെർഫെക്റ്റ് ക്യൂബ് ഓർ നോട്ട് mathematically. Underline here. How to check whether the given number is a perfect cube or not mathematically. Okay. ഇനി അതെങ്ങനെ ചെക്ക് ചെയ്യുക? നമ്മൾ പെർഫെക്റ്റ് സ്ക്വയർ ആണോ എന്ന് എങ്ങനെയായിരുന്നു മാത്തമാറ്റിക്കലി ചെക്ക് ചെയ്തത്? ഓർമ്മയുണ്ടോ? പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തിട്ട് പെയേഴ്സ് ഉണ്ടോ എന്ന് നോക്കി. പെയർ ഉണ്ടെങ്കിൽ പെർഫെക്റ്റ് സ്ക്വയർ, പെയർ ഇല്ലെങ്കിൽ പെർഫെക്റ്റ് സ്ക്വയർ അല്ല. അതുപോലെ തന്നെയാണ് ഇവിടെ. ചെറിയൊരു വ്യത്യാസമുള്ളൂ. I'm going to explain that method by solving a question like, check. ഇപ്പോൾ നമ്മൾ ചെയ്ത് 64 തന്നെ നോക്കാം. 64 പെർഫെക്റ്റ് ക്യൂബ് ആണെന്ന് അറിയാം നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം മാത്തമാറ്റിക്കലി. ചെക്ക് 64 ഈസ് എ പെർഫെക്റ്റ് ക്യൂബ് ഓർ നോട്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സ്ക്വയർ പെർഫെക്റ്റ് സ്ക്വയർ ആണോ എന്ന് എങ്ങനെയായിരുന്നു ചെക്ക് ചെയ്ത്? പ്രൈം ഫാക്ടറൈസേഷൻ വെച്ച് നോക്കിയിട്ട് പേയേഴ്സ് ഉണ്ടോ എന്ന് നോക്കി. അപ്പോൾ പെർഫെക്റ്റ് ക്യൂബ് ആണോ നോക്കാൻ അതേ മെത്തേഡ് തന്നെ പ്രൈം ഫാക്ടറൈസേഷൻ. I'm not going to explain prime factorization once again. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അതെനിക്ക് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അറിയാത്തവർ കഴിഞ്ഞ വീഡിയോ കണ്ട് പഠിക്കുക. കാരണം ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പഠിക്കാത്ത പിള്ളേർ ഒട്ടും പഠിക്കില്ല വീണ്ടും എത്ര പറഞ്ഞാലും. So this is the prime factorization of 64. Now it is the time to write 64 as 2 into 2 into 2 into 2 into 2 into 2. 2 into 2 into 2 into 2 into 2 into 2. ആൻഡ് അവിടെ നമ്മൾ പെയേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. പക്ഷേ ഇവിടെ നമ്മൾ പെർഫെക്റ്റ് സ്ക്വയർ ആണോ എന്നല്ല നോക്കുന്നത്, പെർഫെക്റ്റ് ക്യൂബ് ആണോ എന്നാണ് നോക്കുന്നത്. അപ്പോൾ അവിടെ പേഴ്സ് ചെയ്തു, ഇവിടെ പേഴ്സ് അല്ല, ട്രിപ്ലെറ്റ്സ്. വാട്ട് യു മീൻ ബൈ ട്രിപ്ലെറ്റ്സ്? പെയർ മീൻസ് 2 സെയിം നമ്പർ ഇൻ എ ഗ്രൂപ്പ്. ട്രിപ്ലെറ്റ്സ് മീൻസ് 3 സെയിം നമ്പർ ഇൻ എ ഗ്രൂപ്പ്. അതിനെയാണ് ട്രിപ്ലെറ്റ്സ് എന്ന് പറയുന്നത്. ഇതൊരു ട്രിപ്ലെറ്റ്, കാരണം 3 എണ്ണം ഒരേപോലെ ട്രിപ്ലെറ്റ് ആയിട്ട് വന്നു, 3 എണ്ണം ഒരേപോലെ ട്രിപ്ലെറ്റ് ആയിട്ട് വന്നു. അപ്പോൾ പേഴ്സ് എന്ന് പറഞ്ഞാൽ 2 എണ്ണം ഒരേപോലെ ഉള്ളതാണ് പേഴ്സ്. 3 എണ്ണം ഒരുപോലെ ഉണ്ടെങ്കിൽ ട്രിപ്ലെറ്റ്സ് എന്ന് പറയുന്നു. So if the triplet completion is there, then you can say that it's a perfect cube. So you can write the conclusion as here there exist triplets. Or you can write like 64 or prime factor is, let me think once, just wait. 64 can be grouped as triplets. That implies 64 is a perfect cube. ഇങ്ങനെ ട്രിപ്ലെറ്റ്സ് ആയിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് എന്താണ്? പെർഫെക്റ്റ് ക്യൂബാണ്. അപ്പോൾ പെർഫെക്റ്റ് സ്ക്വയറിൽ പേയേഴ്സ് ആയിരുന്നു, പെർഫെക്റ്റ് ക്യൂബാണെന്ന് നോക്കാൻ ട്രിപ്ലെറ്റ്സ് വേണം. പേയേഴ്സ് ഉണ്ടായിട്ട് കാര്യമില്ല, ട്രിപ്ലെറ്റ്സ് വേണം. സോ 64 is a perfect cube. You may understood, no? How to check perfect cube by using prime factorization method. Shall we go to the next question? So this is your next question. Check 1728 is a perfect cube or not. Okay. So let us prime factorize and check it. And so I am going to start from 2 because 2 is possible. 2 is the smallest possible prime number which we can divide 1728. And in 1 no 2s are that, so take 17. 1ൽ ആദ്യത്തെ നമ്പറിൽ പോകാത്തതുകൊണ്ട് 0 ഇടേണ്ട കാര്യമില്ല. ഇടയ്ക്ക് ഏതെങ്കിലും ഒരു നമ്പറിൽ ഇത് പോകാണ്ട് വന്നാൽ 0 ഇടണം. ആദ്യത്തെ നമ്പറിൽ ഇത് പോകുന്നില്ലെങ്കിൽ 0 ഇടേണ്ട കാര്യമില്ല. So take 17. In 17 how many 2s are there? 8 2s are 16. Remainder is 1. ആ 1 ഉം 2 കൂടെ ചേർന്ന് 12 ആവും. 12 how many 2s are there? 6 2s are 12. Then that is over. Next number is 8. 4 2s are 8. Again by 2 no. 4 3 2. Again by 2 no. 2 in 3 how many 2s are there? 1 2s are 2. Remainder is 1. 12 6. Again by 2 no. 1. ഇവിടെയാണ് 2ൽ എത്ര 2 ഉണ്ട്? 1. ഇനി 1ൽ 2 ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് 0 ഇടണം. എന്നിട്ട് 16 എടുക്കണം. 6 അല്ല എന്നിട്ട് എടുക്കേണ്ടത്. 1ൽ പോയില്ല, അപ്പോൾ താഴെ ഒരു 0 ഇട്ടിട്ട് ആ 1ഉം തൊട്ടടുത്ത നമ്പർ പോയി 16 എടുത്തിട്ട് 16ൽ എത്ര 2 ഉണ്ട്? 8. അങ്ങനെ നോക്കണം. പല കുട്ടികൾക്കും ഇവിടെ തെറ്റ് പറ്റുന്നുണ്ട്. പല കുട്ടികൾക്കും അവിടെ തെറ്റ് പറ്റുന്നുണ്ട്. So this is what is prime factorization of that. And now 1728 is equal to what?
2 into 2 into 2, 2 into 2 into 2, then into 2 into 2 into 2, 2 into 2 into 2, into 3 into 3 into 3, 3 into 3 into 3. See, triplet, triplet, triplet. So 17. So there exists triplets. That implies 1728 is a perfect cube. You may understood how to check whether the given number is a perfect cube or not by using prime factorization method. Okay. And next session you can write. With this session we are going to wind up this video. Write the next session. How to calculate cube root by prime factorization. How to calculate cube root by prime factorization. എങ്ങനെയാണ് ക്യൂബ് റൂട്ട് പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് വെച്ച് കണ്ടുപിടിക്കുന്നത്? സ്ക്വയർ റൂട്ട് പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് വെച്ച് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നമുക്ക് മനസ്സിലായില്ലായിരുന്നോ? എങ്ങനെയായിരുന്നു? നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ വെച്ചിട്ട് ഫാക്ടേഴ്സൊക്കെ കണ്ടുപിടിക്കുന്നു, എന്നിട്ട് പെയർ ആക്കുന്നു, ഓരോ പെയറിൽ നിന്നും ഓരോ നമ്പർ എടുക്കുന്നു. അപ്പോൾ ക്യൂബ് റൂട്ട് എങ്ങനെയായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുക? പ്രൈം ഫാക്ടറൈസേഷൻ വെക്കുക, ഇവിടെ പെയർ ആക്കുന്നതിന് വരെ എന്താക്കണം? ട്രിപ്ലറ്റ് ആക്കണം, എന്നിട്ട് ഓരോ ട്രിപ്ലറ്റിൽ നിന്നും ഓരോ നമ്പർ എടുത്താൽ ക്യൂബ് റൂട്ട് കിട്ടും. ക്യൂബ് റൂട്ട്, നോട്ട് ക്യൂബ്, ക്യൂബ് റൂട്ട്. സോ സെയിം ക്വസ്റ്റ്യൻ ഐ എം ഗോയിങ് ടു ഡു. Calculate cube root of, you know how to write symbol for cube root, no? Cube root of 1728 by prime factorization. ഇതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ സംഭവിക്കാൻ പോകുന്നൊരു കാര്യം ഞാൻ പറയാം. കഴിഞ്ഞ വീഡിയോ ഒക്കെ ഡെപ്തിൽ കാണാത്ത കുട്ടികൾക്കൊന്നും മനസ്സിലാവില്ല. കാരണം ഞാൻ 1-2 കുട്ടികളെ സ്കൂളിലോട്ട് വിളിച്ച സമയത്ത് എനിക്ക് വന്നതാണ്, തീരെ ബേസ് ഇല്ല. എനിക്ക് മനസ്സിലായ കാര്യമാണ്, തീരെ ബേസ് ഇല്ല. സങ്കടത്തോടെ പറയട്ടെ, ഞാനൊരു കാര്യം ഉറപ്പ് പറയാം, എനിക്ക് ആ 100% വിശ്വാസമുള്ളതുകൊണ്ട് പറയണം. നിങ്ങൾക്ക് ബേസ് ഇല്ലാത്ത കുട്ടികൾക്ക് ബേസ് ഫോം ചെയ്ത് അത്ര ശ്രദ്ധിച്ചിട്ടാണ് ക്ലാസ് വീഡിയോ എടുക്കുന്നത്. സത്യമായിട്ട് പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. അത്ര ശ്രദ്ധിച്ചിട്ടാണ് നിങ്ങൾക്ക് ഞാൻ ക്ലാസ് തരുന്നത്. ബേസ് ഇല്ലാത്ത കുട്ടികൾക്കും മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. മനസ്സിലായില്ലേ? അതുപോലെ എവിടെയെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായില്ലായ്ക വരുമോ, അതടക്കം ഈ വീഡിയോയിൽ കിടന്നോട്ടെ എന്ന് വിചാരിച്ച് ശ്രദ്ധിച്ചാണ് വീഡിയോ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള കുഴപ്പമാണ്. യു ക്യാനോട്ട് ബ്ലെയിം മീ. നിങ്ങളുടെ കയ്യിലുള്ള കുഴപ്പമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക, വീഡിയോ നന്നായി കാണുക. കഴിഞ്ഞ വീഡിയോ ഒന്നും കാണാത്ത കുട്ടികൾക്ക് ഇപ്പോൾ പറയുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാവില്ല. ക്യൂബ് റൂട്ടിൻ്റെ സിമ്പിൾ പോലും അവർ മറന്നുകൊണ്ടാവും. സോ അപ്ഡേറ്റ് ചെയ്യുക. പല പാരൻസ് മീറ്റിങ്ങിന് പറയുന്നൊരു കാര്യമാണ്, കുട്ടികൾക്കൊന്നും പഠിക്കാനില്ലാന്ന്. സോ ലെറ്റ് മീ ആസ്ക് യു ക്വസ്റ്റ്യൻ. ഈ കഴിഞ്ഞ 5, ഇന്നിപ്പോൾ നമ്മൾ 6ാമത്തെ 7ാമത്തെ ചാപ്റ്റർ 7ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ 6 ചാപ്റ്റർ നിങ്ങൾ പഠിച്ചതൊക്കെ ഇപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടോ? ഇല്ലെങ്കിൽ അതാണ് നിങ്ങളുടെ ഫസ്റ്റ് ആക്ടിവിറ്റി. യു ഹാവ് ടു അപ്ഡേറ്റ്, യു ഹാവ് ടു റിഫ്രഷ് ദ കോൺസെപ്റ്റ് വിച്ച് വി ഹാവ് ലേൺഡ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആക്ടിവിറ്റി. പിന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് വർക്കില്ല എന്ന് പറയാം? ഞാൻ ഇന്ന് നിങ്ങൾ വിളിച്ചിട്ട് 1ാമത്തെ ചാപ്റ്ററിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? പറയാൻ പറ്റണം. അതിനെയാണ് പറയുന്നത് പഠന പ്രക്രിയ ക്ലിയർ ആയിരിക്കണം, എക്സാക്റ്റ് ആയിരിക്കണം, കൃത്യമായിരിക്കണം. കാരണം എന്താ, ഇന്നിപ്പോൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ് കുറേ സമയം ബാക്കിയുണ്ട്. ആ സമയം വെറുതെ വീഡിയോ ഗെയിം ഇരുന്ന് കളിക്കല്ലേ വേണ്ടത്. ആ സമയത്ത് സാറ് പഠിപ്പിച്ച പുറകിലോട്ട് പഠിപ്പിച്ച ചാപ്റ്ററിൽ എനിക്ക് എല്ലാ ഭാഗവും ഇപ്പോഴും ഓർമ്മയുണ്ടോ എന്ന് സ്വന്തം ചെക്ക് ചെയ്യുക. ഇല്ലെങ്കിൽ ആ ഭാഗം ക്ലിയർ ചെയ്യുക. അതാണ് നിങ്ങൾക്ക് എപ്പോഴും നമ്മൾ റിഫ്രഷ് ചെയ്യണം നമ്മുടെ മൈൻഡ്. എന്നെ സംബന്ധിച്ച് എനിക്കതിൻ്റെ കാര്യമില്ല, ഞാൻ ഓരോ ചാപ്റ്റർ പഠിപ്പിച്ച് പോയാൽ മതി. നിങ്ങളാണ് ഇതൊക്കെ പഠിക്കേണ്ടതും ഓർത്തിരിക്കേണ്ടതും, പഠിച്ച് കഴിഞ്ഞ കാര്യങ്ങൾ ഓർത്തിരിക്കേണ്ടതും. അത് റിഫ്രഷ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആക്ടിവിറ്റി. പിന്നെ നിങ്ങൾക്ക് എവിടെ വെറുതെ ഇരിക്കാൻ നേരം മാച്ചിൽ നെവർ. ഞാൻ നിങ്ങൾക്ക് ഹോംവർക്ക് തരുന്നില്ല എന്ന് വിചാരിക്കാം. ഹോംവർക്ക് തരുന്നില്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കൈ കെട്ടി വീട്ടിരിക്കാൻ അല്ല. മുമ്പിലുണ്ട് 6 ചാപ്റ്റർ നമ്മൾ പഠിപ്പിച്ചു കഴിഞ്ഞു. അതിൽ ഏതൊക്കെയോ ഭാഗങ്ങൾ നിങ്ങൾക്ക് ഇപ്പോഴും ഓർമ്മ, തലയിൽ നിന്നും ബ്രെയിനിൽ നിന്നും അതിൻ്റെ ഓർമ്മ പോയി. നിങ്ങളതിനെ പുതുക്കണം. 1ാമത്തെ ചാപ്റ്ററിൽ 2nd ചാപ്റ്ററിൽ ലീനിയർ ഇക്വേഷൻ 1 വേരിയബിൾ സോൾവ് ചെയ്യാൻ ഞാൻ മറന്നുപോയില്ലേ, അതൊന്ന് നോക്കിയേക്കാം. അതാണ് നിങ്ങളുടെ ആക്ടിവിറ്റി. അങ്ങനെ ചെയ്യുന്ന കുട്ടികൾക്ക് മാത്രമേ സക്സസ്സിലെത്താൻ പറ്റുള്ളൂ. സോ ക്യൂബ് റൂട്ട് ഓഫ് 1728. സോ ഫസ്റ്റ് ഓഫ് ഓൾ യു ആർ സപ്പോസ് ടു പ്രൈം ഫാക്ടറൈസ്. ഞാൻ ഓൾറെഡി ഇവിടെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തിട്ടുണ്ട്. സോ ആ സാധനം അതുപോലെ തന്നെ ഇവിടെ കോപ്പി പേസ്റ്റ് ഞാൻ അടിക്കുകയാണ്. അതുപോലെ ഇവിടെ എഴുതാൻ പോകണം. ഓക്കെ, കാരണം അതേ നമ്പർ തന്നെ ആയതുകൊണ്ട്. ഓക്കെ, അത് നിങ്ങൾ എഴുതിക്കോളാം, ഞാൻ എഴുതുന്നില്ല. അതിനുശേഷം 1728 നിങ്ങൾ എന്ത് ചെയ്യണം? ആ നമ്പേഴ്സ് ഓരോന്നും ഇങ്ങോട്ട് മാറ്റി എഴുതുക, ഫാക്ടേഴ്സ് എല്ലാം. അതിനുശേഷം യു ആർ സപ്പോസ് ടു make it as in the form of triplets, not pairs, triplets, because pairs for calculating square root. In order to calculate cube root, we are supposed to make it as triplets. And now it is a time to calculate cube root of 1728. Cube root of 1728 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. ക്യൂബ് റൂട്ട് ഓഫ് 1728 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക അല്ലേ?
എന്താ ചെയ്യുക, ഓരോ ട്രിപ്ലറ്റിൽ നിന്ന് ഓരോ നമ്പർ അങ്ങ് എഴുതുക. സോ ഫ്രം ഹിയർ ടു ഈ ട്രിപ്ലറ്റിൽ നിന്ന് ഒരു നമ്പർ എഴുതി, ഈ ട്രിപ്ലറ്റിൽ നിന്ന് അടുത്ത നമ്പർ എഴുതി, ഒരു നമ്പർ എഴുതി, ഈ ട്രിപ്ലറ്റിൽ നിന്ന് ഒരു നമ്പർ എഴുതി. സോ വാട്ട് ഈസ് 2 into 2? 4. 4 into 3, 12. And 12 will be the cube root of this 1728. You may understood, no? So this is the way of calculating cube root by prime factorization method. Okay. So I am going to give you a homework question. Okay. Calculate the cube root of 3375. So your answer will be 15. ഇങ്ങനെ ട്രിപ്ലറ്റ് ആക്കി ഓരോന്നിനും എടുത്ത് എഴുതി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഫൈനൽ ആൻസർ 15 ആയിരിക്കും. ചെക്ക് ചെയ്യുക. ക്യൂബ് റൂട്ട് ഓഫ് 3375. ആൻസർ വിൽ ബി 15. ഓക്കെ. പ്ലീസ് വാച്ച് ദ വീഡിയോ പ്രോപ്പർലി. വി ആർ ഫോമിങ് ബേസ്. ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്ത് നമ്മളിങ്ങനെ പണിത് കയറുകയാണ്. നിങ്ങൾ ആ പണിത് കയറുന്നതിൽ വീഴ്ച വരുത്തി കഴിഞ്ഞാൽ അവസാനം കംപ്ലീറ്റ് ആകുമ്പോഴേക്കും പൊളിഞ്ഞ് താഴെ വീഴും. അതുകൊണ്ട് അത്രയും കോൺക്രീറ്റ് ചെയ്യുക ഓരോ കോൺസെപ്റ്റും. നല്ലതുപോലെ വൃത്തിയായി പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ. സ്റ്റേ സേഫ്.